ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി 2026 AICPN ഡാറ്റ ലേബർ ബ്യൂറോ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇതനുസരിച്ച് DADRൽ 3% വർധനവുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ലേബർ ബ്യൂറോ 30 മാർച്ച് 2026 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. ഇതിൽ ഫെബ്രുവരി 2026 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നൽകിയിരിക്കുന്നു. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഭാരതത്തിലെ 88 പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഏരിയകളിലെ 317 മാർക്കറ്റുകളിലെ റീറ്റെയിൽ പ്രൈസ് അടിസ്ഥാനമാക്കിയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 2026 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 0.1 പോയിന്റിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 148.5 പോയിന്റുകൾ ആയിരിക്കുന്നു. കഴിഞ്ഞ മാസം ഇത് 148.6 പോയിന്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇൻഫ്ലേഷൻ റേറ്റ് 2.59% ആയിരുന്നത് ഫെബ്രുവരി 2026 3.99% ആയിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DADRൽ എത്ര ശതമാനം വർധനവുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനുവരി 2026 DADR 60.85% ആയിരുന്നത് ഫെബ്രുവരി 2026 61.37% ആയിരിക്കുന്നു. ഇനിയുള്ള മാസങ്ങളിൽ, അതായത് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ചെറിയ കുറവുണ്ടായാൽ പോലും ജൂലൈ മാസം മുതൽ DADRൽ 3% വർധനവുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതായത് DADR 60% നിന്നും 3% വർദ്ധിച്ച് 63% 2026 ജൂലൈ മുതൽ ആകുന്നതാണ്. ഇതോടൊപ്പം ജനുവരി 2026 മുതൽ വർദ്ധിക്കേണ്ട 2% DADR സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ മാസം ഇത് സംബന്ധിച്ച അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം 3 മാസത്തെ DADRൻ്റെ അരിയേഴ്സും ഈ മാസം തന്നെ ലഭിക്കാനാണ് സാധ്യത. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.